ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത്. നിങ്ങളുമായിട്ട് റീയൂണിയൻ ആവുക എന്ത് ആക്ഷനോ എന്ത് സ്റ്റാൻഡോ ഇവർ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിലെല്ലാം ഇവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത്. കാരണം ഇവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഞാൻ എടുക്കുന്ന ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് അങ്ങേറ്റം പോയി എനിക്ക് സക്സസ് നേടിത്തരുമെന്ന്. ഇവിടെ ഇവർ രണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഒരു രണ്ട് തീരുമാനത്തിലും വളരെയധികം ഹോപ്പ്ഫുള്ളാണ്. ഒരു തീരുമാനം എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനാണോ അവസാനിപ്പിക്കാൻ പോകുന്നത് അതിൽ വളരെ ഹോപ്പ്ഫുള്ളാണ്. ഇനി ആരുമായിട്ടാണ് ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ പോകുന്നത് അതിലും വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബാലൻസിലായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇവർ തീരുമാനിക്കുന്നത് അവരുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തിയാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവർക്കിപ്പോൾ ഉള്ളത്. ഇവർ വിചാരിക്കുന്നത് ഇവർ എന്ത് ആഗ്രഹമാണോ എന്ത് താല്പര്യമാണോ എന്ത് തീരുമാനമാണോ എടുത്തേക്കുന്നത് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഈശ്വരൻ്റെ ഇഷ്ടപ്രകാരം പൂർത്തിയാകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുമായിട്ട് യൂണിയനിലാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുന്നത് ഇവർ ചെയ്യുന്നത് ശരിയാണ് എന്ന്, അതായത് നിങ്ങൾ അത് പോകുന്ന വഴി ശരിയാണ് എന്ന് ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുകയാണ്. ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇവർ എടുത്തേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ സന്തുഷ്ടമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് എന്തൊക്കെ ഒബ്സ്റ്റിക്കൽസ് വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ആ ഒരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ സന്തോഷമാണ് വളരെയധികം പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇതുകൂടാതെ ഇവരുടെ ഹാപ്പിനെസ് എന്താണോ അതിനപ്പുറം വേറെ ഒന്നും ഇവർക്ക് ജീവിതത്തിലില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. എന്താണോ എൻ്റെ ഭാഗ്യത്തിലുള്ളത് അതായിരിക്കും സംഭവിക്കുന്നത്. ഭഗവാൻ എന്താണോ തീരുമാനിച്ചത് അതായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ അയച്ചിട്ടുണ്ട് എങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ ചെയ്തോളും. എൻ്റേതായിട്ടുള്ള ഞാൻ തീരുമാനവും ആക്ഷൻസും എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണിവർ. ഇവിടെ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് പുതിയ തുടങ്ങത്തില്ലേ, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ കെയർ ഫ്രീ ആയിട്ട് എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അത് റൈറ്റ് ആണെന്നാണ് ഇവർക്ക് തോന്നുന്നത്. കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു മെസ്സേജ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ ചില ഹാർഷായിട്ടുള്ള ഡിസിഷൻ ഇവർക്ക് എടുക്കേണ്ടതായിട്ട് വന്നു ഈ ഒരു സമയം. കാരണം അതെടുത്താലേ ഇവർക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയുള്ളൂ. എല്ലാവരുടെയും മുഖം നോക്കാതെ എന്തോ ഒരു തീരുമാനം നിങ്ങളുടെ പേഴ്സൺ എടുത്തു. അത് എടുത്തതിലൂടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കാൻ സാധിച്ചു. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് ഇവിടെ എനർജി പറയുന്നത്. ഇവിടെ ഇവർ എന്താണോ തീരുമാനം എടുത്തത് അതിൽ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇവർ പ്ലാൻ ചെയ്ത് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതോ ഒരു സിറ്റുവേഷൻസിൽ. അപ്പോൾ ഇവരുടെ എടുത്ത ആ ഒരു ഡിസിഷനിൽ വളരെയധികം ഹാപ്പി ആയിട്ടും സന്തുഷ്ടമായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഡിസിഷൻ എടുത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ചു. ചില ആൾക്കാരുടെ പേഴ്സൺ ഡിസിഷൻ എടുത്തൊക്കെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിക്കാനുള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ലവ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം നിങ്ങളോട് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു എനർജി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾക്കിടയിലുള്ളത് അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ശരിയാക്കും എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇപ്പോൾ ബ്രേക്കപ്പാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്തായാലും പുറത്തു വരും എന്നുള്ള ആ ഒരു ഹോപ്പ് ഇവർക്കുണ്ട്. ഇതുകൂടാതെ ഇവർക്ക് ഇങ്ങനെയും തോന്നുന്നുണ്ട്, നിങ്ങൾ വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ തിടുക്കപ്പെട്ട് നിങ്ങൾ തീരുമാനങ്ങളൊന്നും എടുക്കത്തില്ല. വളരെ ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് മാത്രമേ തീരുമാനം നിങ്ങൾ എടുക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകത്തില്ല. നിങ്ങളെപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. എത്ര തന്നെ സെപ്പറേഷനായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് വിശ്വാസമുണ്ട്. അതായത് നിങ്ങൾ ഇവരോട് സംസാരിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ഇവരെ മറക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസമുണ്ട്.
ഇവിടെ വരാൻ പോകുന്ന സമയം എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം എഴുതി നിങ്ങൾക്ക് മെസ്സേജിലൂടെ അയക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നതായിട്ട്, എന്തോ കവിതയോ ഇവരുടെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. ഇതുകൂടാതെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ വളരെയധികം തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നതായിട്ട്. കാരണം ഈ ഒരു തകർന്ന അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നായിരിക്കും അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുറമേ ഇവർ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് ഒന്നുകിൽ കൊണ്ടുവരും, ഇല്ല എങ്കിൽ മൂവ് ഓൺ ചെയ്യും. എന്നിട്ട് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒന്നാവാതിരിക്കുവാൻ വേണ്ടി തടസ്സമായിട്ട് നിൽക്കുന്ന ഏതൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ ആ സിറ്റുവേഷനിൽ നിന്ന് ഇവർ മൂവ് ഓൺ ചെയ്യും. അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ 30 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കം, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ ഇവരോട് എന്തെങ്കിലും കാര്യം മറച്ചു വച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവർ നിങ്ങളോട് എന്തെങ്കിലും കാര്യം മറച്ചു വച്ചിട്ടുണ്ടെങ്കിലോ അത് കാരണം, അതായത് ട്രസ്റ്റ് ഇഷ്യൂ കാരണം ഇവിടെ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ തേർഡ് പാർട്ടി റിലീസാവാൻ വേണ്ടി ഇവർ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കോണ്ടാക്റ്റിലുള്ളവർക്ക് വരാൻ പോകുന്ന 30 അവേഴ്സ് കുറച്ച് ഹെവി എനർജി ആയിരിക്കും ഉണ്ടാവുക. കൂടുതലായിട്ട് അവരെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകരുത്, അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക. നിങ്ങൾ ചില കാർമിക് ട്രിഗർ ഇവർക്ക് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഹെൽത്ത് ഇഷ്യൂ വരാതെ നോക്കുക. ഹെൽത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി ഏതെങ്കിലും ആൾക്കാർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് അതായത് ഓൾറെഡി ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, ഈ റീഡിങ് കേട്ടിട്ടല്ല, അല്ലാതെ തന്നെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് ഹീലാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്ത് പോവുക റിലേഷൻഷിപ്പിൽ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് എടുക്കുക. തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോകണ്ട എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഓരോന്ന് സംസാരിക്കാൻ. പെട്ടെന്ന് ചാടിക്കയറി എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അത് അവർക്ക് ഹേർട്ടായാൽ പിന്നെ അതൊരു പിണക്കത്തിന് വക ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏഞ്ചൽ ഗൈഡൻസ്. എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.